ഓർത്തഡോക്സ് യാക്കോബായ സഭകളുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഫാദർ വർഗീസ് പാലത്തിങ്കൽ ഉൾപ്പെടെ നൽകിയ വിവിധ അപ്പീലുകളിലാണ് ഡിവിഷൻ ബെഞ്ച് വിധി പറയുന്നത്. 1934 ഭരണഘടനാ പ്രകാരം നിയമിക്കപ്പെട്ട വികാരിമാർക്ക് പള്ളിയിൽ പ്രവേശിച്ച് ശുശ്രൂഷ നടത്താൻ പോലീസ് സംരക്ഷണം നൽകണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഈ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് അപ്പീലിലെ ആവശ്യം. വിവരങ്ങളുമായി ഇപ്പോൾ തിയോഫിൻ കൂടി ചേരുന്നുണ്ട്. തിയോഫിൻ, ഇപ്പോൾ ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ ഇന്ന് വിധി വരികയാണ്. തീർച്ചയായും, അതായത് 6 പള്ളികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ്. അതാണ് ഇന്നിപ്പോൾ കോടതി വിധി പറയാനിരിക്കുന്നത്. ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചാണ് ഇത് വിധി പറയുക. നേരത്തെ സിംഗിൾ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് വികാരിമാർക്ക് അവിടെ പള്ളിയിൽ പ്രവേശിച്ച് പ്രാർത്ഥന നൽകാൻ, ശുശ്രൂഷകളൊക്കെ നടത്താനുള്ള അനുവാദം വേണം. അത് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ്. ഇതിനെതിരെയാണ് യാക്കോബായ സഭ ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. നിലവിൽ ഈ പള്ളികൾ പലതും യാക്കോബായ വിഭാഗത്തിന് കൈവശമാണ്. അതിലാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന് നിശ്ചിത സമയത്ത് വികാരിമാർക്ക് പള്ളിയിൽ കടന്ന് പ്രാർത്ഥന നടത്താം. കാരണം മുൻകാല ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇരുവിഭാഗവും പ്രാർത്ഥന നടത്തിയിരുന്ന ദേവാലയങ്ങളാണ് പലതും. അതിലാണ് പിന്നീട് അധികാര തർക്കം ഉൾപ്പെടെ വന്ന് 2 വിഭാഗങ്ങൾ 2 തരത്തിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. കഴിഞ്ഞ ദിവസം സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. കോടതി ഉത്തരവുമായി എത്തിയ വികാരിയെ പള്ളിയിൽ കയറ്റാതെ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഇതിൽ പ്രധാനമായും 6 പള്ളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണുള്ളത്. അതിൽ പാലക്കാട് ജില്ലയിലെ 3 പള്ളികൾ, എറണാകുളം ജില്ലയിലുള്ള 2 പള്ളി, കൊല്ലം ജില്ലയിലെ 1 പള്ളി, അങ്ങനെ 6 പള്ളികൾ. ഈ 6 പള്ളികളുമായി ബന്ധപ്പെട്ട തർക്ക വിഷയം, അതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിലാണ് ഫാദർ വർഗീസ് പാലത്തിങ്കൽ ഉൾപ്പെടെ നൽകിയ ഹർജികളാണ്. 6 അപ്പീലുകളാണുള്ളത്. ഈ അപ്പീലുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അപ്പീൽ ഹർജികളിലാണ് ഇന്ന് കോടതി വിധി പറയുക. അവധിക തിയോഫിനി, കഴിഞ്ഞ ദിവസം പിറവത്ത് പള്ളിക്കുള്ളിൽ ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭാംഗങ്ങൾ തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷമൊക്കെ ഉണ്ടായതാണ്. അതായത് പിറവത്തിന് സമീപമുള്ള പള്ളിയിൽ ഉണ്ടായ തർക്കത്തിന് പിന്നാലെ ആ തർക്കത്തിൻ്റെ തുടർച്ചയായി 20ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ വൈദികൻ പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ ഒരു വിഭാഗം അല്ലെങ്കിൽ എതിർ വിഭാഗം അവിടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കോടതി ഉത്തരവുമായി വന്ന വൈദികനെ അകത്ത് കടന്ന് പ്രാർത്ഥിക്കാൻ അനുവദിക്കില്ല എന്ന രീതിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു തടയുകയുണ്ടായി. പള്ളിയിൽ നിന്ന് തള്ളി പുറത്താക്കാൻ വരെ ശ്രമിച്ചു. കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള രീതികൾ പലതവണ ഇത്തരം സംഭവങ്ങൾ തർക്കമുള്ള പല പള്ളികളിലും ആവർത്തിച്ചതെന്നാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് ഇന്ന് വരാനിരിക്കുന്നത്. കാരണം നേരത്തെ ഡിവിഷൻ ബെഞ്ചാണ് ഇത്തരത്തിൽ വികാരിമാർക്ക് പള്ളിയിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്താനുള്ള അനുമതി നൽകിയത്. അതായത് ഇപ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ വൈദികനും ഒപ്പം അവരുടെ വിശ്വാസികൾക്കും അവിടെ എത്തി പ്രാർത്ഥന നടത്തി മടങ്ങാം എന്നുള്ളതാണ് നിശ്ചിത സമയം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഓടക്കാലി പള്ളിയിൽ സമാനമായ രീതിയിൽ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. അതും ഓർത്തഡോക്സ് യാക്കോബായ തർക്കം നിലനിൽക്കുന്ന പള്ളിയാണ്. യാക്കോബായ വിഭാഗത്തിൻ്റെ കൈവശമാണ് ആ പള്ളിയുള്ളത്. അവിടെ ഒരു ഓർത്തഡോക്സ് വിഭാഗക്കാരൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് സെമിത്തേരി അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഈ മൃതദേഹ സംസ്കാരവുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ വെച്ച് നടത്തേണ്ട ചടങ്ങുകളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട്. അതിന് അനുവദിച്ചിരുന്നില്ല. അതിൽ കോടതി, അതായത് മരിച്ചയാളുടെ മകനും ഇടവക വികാരിയും കൂടി കോടതിയിൽ പോയി അന്ന് ഹൈക്കോടതി വിധിയുമായി വന്നാണ് ഈ പ്രാർത്ഥന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പള്ളിയിൽ വെച്ച് നടത്തി. അതിനുശേഷമാണ് സംസ്കാരം നടത്തിയത്. കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമ്മളത് വാർത്തയായി നൽകിയതുമാണ്. ഇന്നലെയാണ് പിറവത്തിനടുത്തുള്ള പള്ളിയിൽ ഈ വികാരിയെ തടയുന്ന പ്രശ്നം ഉണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾക്ക് ഒരുപക്ഷേ ഇന്ന് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയോടുകൂടി പരിഹാരമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 1 നൂറ്റാണ്ടിലധികമായി സഭാ വിഭാഗങ്ങൾ തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ തർക്കം ഈ പള്ളികളുമായി ബന്ധപ്പെട്ട തർക്കമാണ്. എന്നാൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ 2 വിഭാഗത്തിൻ്റെയും പ്രാർത്ഥനകളിലൊന്നും കാര്യമായ വ്യത്യാസമില്ല. ഒരേ രീതിയിൽ തന്നെയാണ് അതിൻ്റെ പ്രാർത്ഥനാക്രമങ്ങളൊക്കെ പോകുന്നത്. അത്തരത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് പള്ളിയിൽ മറ്റ് സൗകര്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്ന വിഭാഗങ്ങളാണ്. പിന്നീട് ഏറെക്കാലമായി, ഇപ്പോൾ 1 നൂറ്റാണ്ടോളമായി തർക്കവും ഏറ്റുമുട്ടലുമായിരുന്നു. കഴിഞ്ഞ ഒരുപക്ഷെ 2 പതിറ്റാണ്ടിലധികമായി ഇവർ തമ്മിലുള്ള തർക്കങ്ങളും ഏറ്റുമുട്ടലുമൊക്കെ ഒരു രീതിയിലേക്ക് വന്നു. മൃതസംസ്കാരത്തിന് പള്ളികൾ ഒരു വിഭാഗം കൈവശമിരിക്കുന്ന പള്ളിയിൽ അത് അനുവദിക്കില്ല എന്ന രീതിയിൽ വരെയുള്ള തർക്കങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കോടതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ എത്തുന്നത്. തന്നെയുമല്ല, നമ്മൾ ഈ സൂചിപ്പിച്ച ഈ 6 പള്ളികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അതിൽ ഈ ഓർത്തഡോക്സ് യാക്കോബായ തർക്കമുണ്ട്. അത് പക്ഷേ ഇത് മാത്രമല്ല, മറ്റ് പള്ളികളെ സംബന്ധിച്ചുമുണ്ട്. അങ്ങനെ വലിയ തർക്കം പലയിടത്തും നിലനിൽക്കുന്നുണ്ട്. ഇരുവിഭാഗവും ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത്. ഇതിലെന്തായാലും ഈ കേസ് കഴിഞ്ഞ ദിവസം പരിഗണിച്ചപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലം ഈ പ്രശ്നം പരിഹരിക്കാനായി ഇടപെടാം എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഇടപെടലുടെയും ഉന്നത നേതാക്കളെ സഭാധ്യക്ഷന്മാരെ വിളിച്ച് അവരുമായി ഒരു സമവായ ചർച്ചയ്ക്ക് ശ്രമം നടത്തുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും
പ്രശ്നം സമാധാനപരമായി പരിഹരിക്കപ്പെടണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ അവിടെ നിൽക്കുന്നില്ല. കോടതി വിധി ഉണ്ടായിട്ട് പോലും അത് അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് മറുവിഭാഗം എത്തുമ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അവന്തിക.